ഹായ് ഓൾ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഞാൻ ഓഡിബിൾ ആണ്, അതേപോലെ പി പി ടി വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ ഐഫർ എഡ്യൂക്കേഷനിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ സൈക്കിൾ ഓഫ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. പുതിയ സൈക്കിൾ ഓഫ് എക്സാം വരാനായിട്ട് ഇപ്പൊ 2 months ടൈം ഉണ്ടാവുള്ളൂ. 60 days റഫ് ആയിട്ട് ജൂണിലേക്കായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ? ഐഫർ നേടിയെടുക്കാൻ നമുക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം JRF നേടിയെടുക്കാൻ ഇനി ഐഫർ മാത്രം മതി. എന്തുകൊണ്ടാണ് ഐഫർ മാത്രം മതി JRF നേടിയെടുക്കാൻ എന്നുള്ള ഒരു എക്സാം അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു മീറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് എക്സാം ആണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത്. നമുക്കറിയാം UGC നെറ്റ് എക്സാം അല്ലെങ്കിൽ UGC നെറ്റ് JRF എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് എന്ന് പറയുമ്പം അവിടെ ഏറ്റവും കൂടുതൽ ഡീറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ എന്തോരം പഠിച്ചു എന്നുള്ളത് മാത്രമായിരിക്കത്തില്ല. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെക്കാട്ടിലും നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്നുള്ളതും, പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് ഏരിയയിലേക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. അതിപ്പോ UGC നെറ്റ് എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു എക്സാം ആണെങ്കിലും അതാണ് നമ്മുടെ ആ ഒരു ജയത്തെ ഉറപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ഐഫറിലും മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത്തരത്തിലൊരു ടൈപ്പ് ഓഫ് ഇതായിരിക്കും. നമുക്കറിയാം എക്സാം വന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക UGC സിലബസ് ആയിരിക്കും. സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പേപ്പർ 1ലും പേപ്പർ 2ലുമായിട്ട് 10 മൊഡ്യൂൾ അടങ്ങുന്ന വലിയ ഒരു സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ ഒരു വലിയ സിലബസ് നമ്മൾ എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ കവർ ചെയ്തെടുക്കും, എങ്ങനെയാണ് സ്മാർട്ട്ലി വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ആണ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിനെ കൺസൈസ് ആക്കി കറക്റ്റ് ആയിട്ട് ഇതിനെ പറഞ്ഞു തരേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ അറിയാം, നമ്മൾ പുതിയ ബാച്ച് ഐഫറിൽ UGC നെറ്റ് എക്സാമിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JRF ട്രാക്ക് ബാച്ച് ജൂൺ 2026 ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ബാച്ചാണിത്. നമ്മൾ ഇമോ സപ്പോർട്ട്, ഡെയിലി അസസ്മെന്റ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് രീതിയിൽ നോർമലി ഉണ്ടാവുന്ന ലൈവ് റെക്കോർഡിങ്സും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകളും അല്ലാതെ നമുക്ക് പോഡ്കാസ്റ്റുകളും, അതേപോലെ തന്നെ ഓരോ സ്റ്റുഡൻസും പഠിച്ചു കഴിയുമ്പം അവർ ശരിക്കും പഠിച്ചോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അവരുടെ ഗ്രോത്ത് കാണിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടുകൾ, അവരുടെ തന്നെ റിസൾട്ടിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റൽ അനാലിസിസുകൾ, അപ്പാർട്ട് ഫ്രം വീഡിയോസും ലൈവ് ക്ലാസ്സുകളും 1000+ എജു റീൽസ് പേപ്പർ 1ലും അതേപോലെ എജു റീൽസ് പേപ്പർ 2ലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളും, ഇനി ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് അനാലിസിസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകളിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1 സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ റീസെന്റ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് സൈക്കിൾസിൽ നമുക്ക് എന്തോരം നാളത്തേക്ക് ഈ ഒരു കോഴ്സ് വേണം എന്നുള്ള രീതിയിൽ സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് 3 ഡിഫറെന്റ് പ്ലാൻസ് ഉള്ള ഒരു ബാച്ചാണ് ഈ JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത് ശരിക്കും ആ ഒരു കാര്യത്തെ റിമോട്ട് ആയിട്ട് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണോ ശരിക്കും നമ്മൾ ജയിക്കുക എന്ന് തീരുമാനിക്കുന്നത്? അല്ല, നമുക്ക് ശരിക്കും വേണ്ടത് 3 കാര്യങ്ങളാണ്. കൺസെപ്റ്റ് ക്ലാരിറ്റി, എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനോടൊപ്പം തന്നെ എന്തിന് പഠിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം പഠിക്കുമ്പം അതിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. നോർമലി ഒരു ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. രണ്ടാമത്തത് സ്ട്രാറ്റജിക് ഡീകോഡിംഗ് ആണ്. ശരിക്കും നമ്മള് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിൽ വരുന്നുണ്ട്. റീസെന്റ് നമുക്ക് വന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഷിഫ്റ്റ് ചെയ്ത് ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് എന്നുള്ള ആ ഒരു ഡീകോഡിംഗ് എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ നോർമലി NTA എക്സാംസിൽ കാണുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുന്ന ട്രാപ്സ്, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാം. അപ്പൊ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം, സ്ട്രാറ്റജിക്കലി ഈ ഒരു PYQനൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവണം, നോർമലി ഉണ്ടാവുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ പാറ്റേൺ മനസ്സിലാക്കണം. ഇതാണ് ശരിക്കും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് എഴുതുമ്പോൾ ബാക്കിയുള്ള എക്സാമിൽസ് നിന്നും മാറി നമുക്ക് വിജയം ഉറപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ JRF നേടിയെടുക്കാൻ ഐഫർ മാത്രം മതി എന്ന് പറയുന്നതിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നു, അതേപോലെ തന്നെ ഇന്നതുപോലെ മെന്ററിങ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒന്നുമല്ല നമുക്കൊരു കോമ്പറ്റീവ് എക്സാമിലേക്ക് ഇത് മതി എന്ന് നമ്മൾ ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ടാവുക. എന്തായിരിക്കും? യെസ്, അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിസൾട്ടാണ്. ഓക്കെ, അപ്പം റിസൾട്ടിനപ്പുറം ശരിക്കും ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മളിപ്പം JRF ആയിരിക്കാം, ഏതൊരു എക്സാം ആയിരിക്കാം, പഠിക്കുമ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവര് കറക്റ്റ് ആയിട്ട് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ പഠിപ്പിക്കുന്നുണ്ടോ? 100 സൈക്കോളജി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഐഫറിന് 100ൽ 100 ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഓൾറെഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഐഫർ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒരു ബുക്കും നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നുണ്ടാവുക. എന്തോരം ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം വന്ന ക്വസ്റ്റ്യൻസ് ഐഫർ കവർ ചെയ്ത് പോയിട്ടുണ്ട്, ഐഫറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് നമുക്ക് നഷ്ടം വരിക അല്ലെങ്കിൽ നേട്ടം വരിക എന്നുള്ളതാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ നമ്മൾ ലാസ്റ്റ് ഈ ഒരു Jan 26 വന്നിട്ടുള്ള സൈക്കോളജി UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഓരോ കണ്ടന്റും വെച്ചിട്ട് ഐഫറിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കണ്ടന്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തോരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ടോട്ടലി നമുക്ക് എക്സാമിന് 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പേപ്പർ 1ൽ നിന്ന് 50 ക്വസ്റ്റ്യൻസും പേപ്പർ 2ൽ നിന്ന് 100 ക്വസ്റ്റ്യൻസും. സൈക്കോളജിയിലേക്ക് വരുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ലാസ്റ്റ് സൈക്കിളിൽ നമുക്ക് എന്തായിരുന്നു, ആ ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എന്നൊക്കെ പറയുന്നത് ഒരു ഈസി ലെവലിൽ നിന്ന് മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു 100 ക്വസ്റ്റ്യൻസിൽ 93 ക്വസ്റ്റ്യൻസും ഐഫർ കണ്ടന്റിൽ നിന്ന് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 7 ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഔട്ട് ഓഫ് ഐഫർ കണ്ടന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ തന്നെ ആ 2 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് പോലെ സിലബസിലേക്ക് ഇംപ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യാത്ത 2 കാര്യങ്ങളും 5 കൺസെപ്റ്റ് സിലബസിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഐഫറിൽ അങ്ങനെ കവർ ചെയ്ത് പോകാത്ത ഒരു ഏരിയ ആയിരുന്നു. സോ ആ 100 ക്വസ്റ്റ്യൻസിൽ 93 ക്വസ്റ്റ്യൻസും ഐഫർ കണ്ടന്റിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക ഐഫറിൽ പഠിച്ചിട്ടുള്ള പിള്ളേരുടെ അഡ്വാൻറ്റേജ് എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ UGC നെറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പഠിച്ചത് ശരിക്കും പഠിച്ചത് ആ ഒരു കറക്റ്റ് രീതിയിലാണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ സക്സസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതും അത്തരത്തിലൊരു കോച്ചിങ് ആണ്. എന്ന് വെച്ചാൽ കണ്ടന്റ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു നെറ്റ് അല്ലെങ്കിൽ JRF എന്നുള്ള അവരുടെ ഒരു ലോങ് ജേർണിയിലേക്ക് അവർ പോകുമ്പോൾ ആ ജേർണിനെ കുറച്ചും കൂടെ അവർക്ക് എക്സാമിലേക്ക് അവർക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ എക്സാംസിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുക, അതൊക്കെ മാറ്റി അതൊക്കെ ആ ഒരു ഓബ്സ്റ്റക്കിൾസ് ഒക്കെ മാറ്റി മാക്സിമം ആ ഒരു പാത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ജേർണി സ്ട്രക്ചറൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു കാര്യം നമുക്ക് തരുന്ന ഒരു കോമ്പറ്റീവ് എക്സാമിലേക്ക് മാറുന്ന ഒരു ഹെൽപ്ഫുൾ ഹാൻഡ് ആയിട്ട് മാറുന്നുണ്ടാവുക. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ 93 ക്വസ്റ്റ്യൻസിൽ തന്നെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് 58 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ തന്നെ 35 ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ 93 ക്വസ്റ്റ്യൻസിൽ തന്നെ. അതിൽ തന്നെ നമ്മൾ ഓരോ മൊഡ്യൂളുമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പേപ്പർ 1 എന്ന് പറയുമ്പോൾ 10 മൊഡ്യൂൾ ഉണ്ട്. 10 മൊഡ്യൂളിൽ നിന്നും ഇത്രയും നാളുള്ള പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ മൊഡ്യൂളിൽ നിന്നും കൃത്യം 5 ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷെ സൈക്കോളജിയിൽ അങ്ങനെയല്ല, നമുക്കൊരു പാറ്റേൺ ഉണ്ടാവാറുണ്ട്. ചില മൊഡ്യൂളിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചില മൊഡ്യൂളിൽ വളരെ കുറച്ചാണ് വരുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ മൊഡ്യൂളിന്റെയും കണ്ടന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. JRF എയിം ചെയ്യുന്ന ഒരാൾക്ക് 10 മൊഡ്യൂളും പഠിച്ചേ നമുക്ക് തീരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള മൊഡ്യൂൾ ഏതായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ള മൊഡ്യൂൾ ഏതാന്ന് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മൊഡ്യൂൾസ് ആദ്യം പഠിക്കാനും അതിനെ കൂടുതൽ റിവൈസ് ചെയ്യാനും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു 100 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന 18 ക്വസ്റ്റ്യൻസും ഡെവലപ്മെന്റൽ സൈക്കോളജിയും ഇന്റർവെൻഷൻസ് മൊഡ്യൂളിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഫറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിസർച്ച് മെത്തഡോളജി എടുക്കുമ്പോൾ അതിൽ 12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ കണ്ടന്റ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബയോളജിക്കൽ ബേസിസിലേക്ക് വരുമ്പോൾ 12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. ആ 12 ക്വസ്റ്റ്യൻസും നമ്മൾ ഐഫർ കണ്ടന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞു പോകാത്ത കണ്ടന്റുകൾ അങ്ങനെ ടച്ച് ചെയ്യാത്തൊരു ഏരിയ വന്നിട്ടില്ല. സോഷ്യൽ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ അത് 8 ക്വസ്റ്റ്യൻസ് ആയി അതിൽ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ബാക്കിയുള്ള ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ മൊഡ്യൂളും എമർജൻസി സൈക്കോളജി, ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ, എമർജിംഗ് ഏരിയാസ്, ലേണിംഗ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുള്ളതിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസും ഐഫർ കണ്ടന്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി നോക്കുക. ആ ഒരു ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു 3 മൊഡ്യൂൾ, ഡെവലപ്മെന്റൽ സൈക്കോളജി, ഇന്റർവെൻഷൻ, റിസർച്ച് മെത്തഡോളജി, ബയോളജിക്കൽ ബേസിസ്, ശരിക്കും അത് മാത്രം കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 32 ക്വസ്റ്റ്യൻസ് അവിടുന്ന് 42 ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 മാർക്സ് നമുക്ക് ഈ ഒരു 3 മൊഡ്യൂളിൽ നിന്ന് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ഗുണം. സോ അങ്ങനെ കമ്പയർ ചെയ്ത് ഏത് മൊഡ്യൂൾ ആണെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഹെൽപ്പാണ് നമുക്ക് ഈ ഒരു ജേർണിയിൽ നമുക്ക് വേണ്ടത്. അതേപോലെ അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത മൊഡ്യൂൾസ് ആണ് എന്നാൽ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളത്. കാരണം നമുക്കറിയാം GRF എന്ന് പറയുന്നത് 1 മാർക്കിൽ 2 മാർക്കിനൊക്കെ മിസ്സായി പോകുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മൊഡ്യൂളും സ്കിപ്പ് ചെയ്യരുത്, പകരം ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് മെറ്റീരിയൽ സ്റ്റാറ്റസ്. നമ്മൾ വൈഫറിൽ അടുത്ത കൊടുക്കുന്ന ഒരു മേജർ ഫീച്ചർ ആണ് കാറ്റഗറൈസ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഒരു പുതിയ ഫീച്ചർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോർമലി ഒരു മെറ്റീരിയൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ 3 ലെവലിൽ അതിന്റെ ഡെപ്തിനെ അനലൈസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് തിയറി എന്തോരം ഡെപ്തിൽ നമ്മൾ പഠിക്കണം. ഈ ഒരു തിയറി പെരിഫറൽ ലെവലിൽ പഠിച്ചാൽ മതി, അതിന് അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു തിയറി പക്ഷെ കുറച്ച് അധികമായിട്ട് PYQസിൽ ചോദിച്ചു നോക്കും, PYQസിൽ ചോദിച്ചു വരാറുണ്ട്, അതുകൊണ്ട് കുറച്ചധികം ഡീപ്പായിട്ട് പഠിക്കണം. ഇനി ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹൊറിസോൺ ലെവലിൽ പഠിക്കണം. അങ്ങനെ 3 ലെവലിൽ നമ്മൾ ഓരോ മൊഡ്യൂളും മെറ്റീരിയൽസ് കാറ്റഗറൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോഴും കോർ ഫോക്കസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 59 ക്വസ്റ്റ്യൻസിൽ നിന്നുമുള്ള കണ്ടന്റ് നമ്മൾ ഡീപ്പ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഔട്ട് ഓഫ് എയർ കണ്ടന്റ് വരുന്നത് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു കാറ്റഗറൈസ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ളത്. ഇനി അപ്പം മെയിൻലി ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും ഒരൊറ്റ കാര്യത്തിൽ നിന്നല്ല ഐഫർ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ലൈവ് ക്ലാസ് മാത്രം എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വെച്ചത് കൊണ്ട് മാത്രം ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്കും 100 ക്വസ്റ്റ്യനിൽ 93 ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ബാച്ച് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ബാച്ച്. അതിലും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് ആയിട്ടുള്ള GRF ട്രാക്ക് ബാച്ച് വരുന്നുണ്ടാവുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി അസൈൻമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസവും എന്താണ് കവർ ചെയ്ത് പോകേണ്ടതെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള, ലൈക്ക് നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അതൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കാം. ഇടയ്ക്ക് നമുക്ക് കൺഫ്യൂഷൻസ് വരാം, സ്റ്റക്ക് ആയി പോകുന്ന സിറ്റുവേഷൻസ് വരാം. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ തന്നെ പഠിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടും ഗ്രോത്ത് റിപ്പോർട്ടുകളും കൊടുക്കാറുണ്ട്. എജു റീൽസ്, സെൽഫ് അസസ്മെന്റ്സിന് വേണ്ടി ടെസ്റ്റുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ സെറ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസുകൾ, അങ്ങനെ കൂടുതലായിട്ടും ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ബാച്ചാണ് GRF ട്രാക്ക് ബാച്ച് എന്നുള്ളത്. അപ്പൊ നമ്മൾ മെയിൻലി പറയാനുള്ള കാര്യമാണ്, കേരളയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള UGC നെറ്റ് എക്സാം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കോച്ചിങ് സെന്റർ ആണ് ഐഫർ എഡ്യൂക്കേഷൻ. എങ്ങനെയായിരിക്കും ഒരു നമ്പർ 1 കോച്ചിങ് സെന്റർ ആയിട്ട് മാറാൻ പറ്റുന്നുണ്ടാവുക? അത്രയും അധികം ഫീച്ചേഴ്സും അത്രയും അധികം കഷ്ടപ്പെടുന്ന മെന്റേഴ്സാണ് നമുക്ക് ഇവിടെ മെയിൻലി ഉള്ളത്. ഇവിടെ വന്നാൽ നെറ്റ് കിട്ടും, GRF കിട്ടും എന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. വന്ന് ഈ ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസിലെ ഐഫ്രേറ്റ്സിന് ഇത്രയും റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ അതിൽ തന്നെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ ബാച്ചാണ് GRF ട്രാക്ക് എക്സ് ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടെ സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ട് 3 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടാണ് ഈ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം GRF എന്ന് പറയുന്നത് സൈക്കോളജി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. പേപ്പർ 1 എന്നൊരു ഏരിയ ഉണ്ട്. അപ്പം കഴിഞ്ഞ ഈ ഒരു സൈക്കിളിൽ പേപ്പർ 1 അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മാത്സ് ആൻഡ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയായിരുന്നു. അപ്പം നമ്മൾ എല്ലാ സെറ്റും കമ്പയർ ചെയ്യുമ്പോൾ മാത്സിൽ നിന്ന് 55 ക്വസ്റ്റ്യൻസും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിന്ന് 55 ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നുണ്ടാവുക. ടോട്ടലി 110 ക്വസ്റ്റ്യൻസ്. ഈ 110 ക്വസ്റ്റ്യൻസും ലാസ്റ്റ് സൈക്കിളിൽ വന്നത് ഐഫർ കണ്ടന്റ് തന്നെയായിരുന്നു. ഐഫർ കണ്ടന്റ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും മാത്സിൽ നിന്നോ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നിന്നോ വന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും കൺസൈസ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രം പറഞ്ഞു കൊടുത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള മാത്സ് ബാച്ച് ആയിരുന്നു നമ്മുടേത്. അപ്പൊ നമുക്കറിയാം മാത്സ് എന്ന് പറയുന്നത് ഒരു PYQ ഡിസ്കഷനിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. UGC നെറ്റ് എക്സാം വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് PSC ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോവർ ലെവൽ സ്കൂളുകളിലാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മാത്സ് എന്ന് പറയുന്നത്.
ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പേടിയുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി എക്സ്ക്ലൂസീവ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ബാച്ചാണ് മാത്സ് ബേസിക്കിന്റെ ഒരു കോമ്പറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ബാച്ച് എന്ന് പറയുന്നത്. 30 hours ക്ലാസ്സുകളും അതിൽ തന്നെ 10+ പ്രാക്ടീസ് ടെസ്റ്റുകളും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സും ലേണിംഗ് മെറ്റീരിയൽസും വരാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് UGC നെറ്റ് എക്സാമിന് അപ്പുറത്തേക്ക് ഒരുപാട് കോമ്പറ്റീവ് എക്സാമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കോഴ്സാണ് ബേസിക് മാത്സ് ഫോർ കോമ്പറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു സൈക്കോളജിയിൽ നിന്ന് 100 ക്വസ്റ്റ്യൻസിൽ നിന്നും 93 ക്വസ്റ്റ്യൻസും ഐഫർ കണ്ടൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. വെറുതെ പറഞ്ഞു പോകുന്നതിനെക്കാട്ടിലും അതിന്റെ എവിഡൻസോട് കൂടി കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് മനസ്സിലാവുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഓരോ PYക്കും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 93 ക്വസ്റ്റ്യൻസ് നോക്കിയില്ലെങ്കിലും ഓവറോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ശരിക്കും ഐഫർ കണ്ടൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് സാമ്പിളിംഗ്. ഇവിടെ മെയിൻലി ചോദിക്കുന്നത് പർപ്പസീവ് സാമ്പിളിങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട്, സ്നോബോൾ സാമ്പിളിംഗ് ചോദിക്കുന്നുണ്ട്, അതേപോലെ സാമ്പിളിംഗ് ഇറർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഇറർ എന്താണെന്നും ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു ഈ വരുന്നത്. ഓക്കെ, അപ്പം ഇതില് മെയിൻലി ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഫറിൽ ഒരു ഇതായിരുന്നു സാമ്പിളിംഗ് മെത്തേഡ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും എ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് തെറ്റാണെന്നുള്ളത് നമുക്ക് അനലൈസേഷൻ വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പോള് വരുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ആക്ടിവിറ്റി ഗ്രൂപ്പുകളിൽ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള പല പല കാര്യങ്ങളിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഈ 100 ക്വസ്റ്റ്യൻസിലെ 93 ക്വസ്റ്റ്യൻസ് നമ്മുടെ കണ്ടലിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. സോ ഒരു കണ്ടന്റ് പഠിച്ച ഈ ഒരു കാര്യം നോക്കിയിട്ടുള്ള ആർക്കും കൺഫ്യൂസിങ് ഇല്ലാതെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഇമോഷൻ ബേസ് ചെയ്ത് വരുന്ന ലെസാറസിന്റെ ഒരു തിയറിയാണ് അപ്രൈസൽ തിയറിയാണ്. ഓക്കെ, അപ്പം ഇവിടെ മെയിൻലി എന്ത് അപ്രൈസലാണ് നമ്മുടെ ഒരു ഹാർംഫുൾ സ്ട്രെസർ വരുന്ന സമയത്ത് അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, മിനിമൽ അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഐഫറിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു തിയറി കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ തന്നെ സ്പെസിഫിക്കലി സെക്കൻഡറി അപ്രൈസൽ ആണ് നമ്മളൊരു സ്ട്രെസർ വന്നു കഴിഞ്ഞാൽ എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളിൽ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു PPTയിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ് ഫോർഗെറ്റിംഗിന്റെ ആണ്. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ഇതിനെ ഈസിലി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു നമ്മൾ JRF ക്ലബിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. എൻകോഡിംഗ് സ്പെസിഫിസിറ്റി പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ് മെമ്മറിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റൊരു മേജർ ഫീച്ചർ ആണ് JRF ക്ലബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബയോളജിക്കൽ ബേസിസ് വന്നിട്ടുള്ളതായിരുന്നു. മൈലിൻ ഷീത്തിന്റെ സെക്ഷൻസിൽ ഉണ്ടാവുന്ന ഗ്യാപ്സിന് പറയുന്ന പേരെന്താന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിത് ഇമേജ് വെച്ച് തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ശരിക്കും ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇവിടെ നിങ്ങൾക്ക് നോട്ട്സ് ഓഫ് റാൻവീർ എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈസിലി അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഷേപ്പ് നോട്ട്സ് ഓഫ് റാൻവീർ ആണെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മറന്നു പോകാത്ത രീതിയിൽ ഓർമ്മയുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അത്രയും ഡയറക്ട്ലി സിലബസിൽ നിന്ന് പഠിച്ചു പോകാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കൂബ്ലർ റോസിന്റെ തിയറി ഓഫ് ഡെത്ത് ആൻഡ് ഡൈയിങ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റെപ്പിനെ കറക്റ്റ് ആയിട്ട് സീക്വൻഷ്യലി ഓർഡർ ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും നമ്മളിത് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിന്റെ ഡേറ്റ് കണ്ടാൽ മനസ്സിലാകും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഇത് ശരിക്കും എന്താണ് ആ ഒരു കറക്റ്റ് സീക്വൻസിന്റെ ഒരു ഓർഡർ ആണ് കാണിച്ചു തരുന്നത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ലൈവ് ക്ലാസ്സിലല്ല, JRF ക്ലബിലും അല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് മെയിൻ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ് എന്നാണ് വന്നിട്ടുള്ളത് 2018 അന്നത്തെ ആ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സാം പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ചുള്ള, എന്നാൽ സിലബസ് മാറിയിട്ടില്ലെങ്കിലും എക്സാം പാറ്റേണിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതനുസരിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്ന ഫീച്ചേഴ്സ് നമ്മുടെ കണ്ടന്റ് പ്ലസ് PYക്ക് വരുന്ന ഡീകോഡിംഗ് സീരീസ് എന്ന് പറയുന്ന ലൈവ് ക്ലാസ്സുകളാണ്. അവിടെയും നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഓരോ ഇയറിലും വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്ത് പോകാറുണ്ട്. മൂന്നാമത് വരുന്നതാണ് നമ്മുടെ JRF ക്ലബ് എന്ന് പറയുന്നത്.
JRF ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിലേക്ക് അടുക്കുമ്പോൾ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതാണ് JRF ക്ലബിൽ വരുന്നുണ്ടാവുക. മോർണിംഗ് ക്ലാസ്സുകളും അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, റിവിഷൻ സീരീസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ JRF ക്ലബ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സിലൂടെയാണ് നമ്മൾ ഈ 90 ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് റെക്കോർഡഡ് ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ് വന്നതെന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മുടെ പുതിയ ബാച്ച്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതാണ് JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മെയിൻലി ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആകാൻ പറ്റുന്നുണ്ടായിരിക്കും. ഗൈഡൻസ് ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഐഫറിൽ ജോയിൻ ചെയ്യാത്ത എന്നാൽ അതിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളും എക്സാം നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഡെയിലി പോൾ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് ഗൈഡൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അത് പേപ്പർ 1-നും ഉണ്ട്, പേപ്പർ 2-നും ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു QR സ്കോർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മുടെ മറ്റൊരു മേജർ ഗ്രൂപ്പ്, ഒരു മേജർ ഫീച്ചർ ആണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മെയിൻലി മൂണിന്റെ ഒരു ബേസ് ചെയ്തിട്ടില്ല. മൂൺ നമ്മളിങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ് ആണ്. അത് റേസ് ചെയ്ത് മൂൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത് എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്ട്ലി നമ്മൾ പെർസെപ്ഷൻ ഏരിയയിൽ നിന്നാണ് വരുന്നെങ്കിൽ പോലും ഇത് എന്താണെന്ന് സിലബസിൽ അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും നമ്മളിത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡ്യൂസ്ഡ് മോഷൻ ആണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് മൂണിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കൺഫ്യൂഷൻസ് ഇല്ലാതെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ റിസർച്ച് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മെയിൻലി നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ഓഫ് 2-വേ അനോവ. കുറച്ചധികം ആൾക്കാർക്ക് തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം അനോവ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് ക്രിസ്റ്റൽ വാല്യൂസ് ആണ് നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അത് 2-വേ അനോവയാണ്, അത് RM അനോവയാണ്. അതിന്റെ കൗണ്ടർ പാർട്ട് ഫ്രൈറ്റ്മാൻ അനോവയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേപോലെ ടേബിൾ കൊടുത്ത് ഓരോ ക്വസ്റ്റിന്റെയും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിന്റെയും പാരാമെട്രിക് ആയിട്ട് വരുന്നതിന്റെ നോൺ പാരാമെട്രിക് കൗണ്ടർ പാർട്ട് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ഹൈപ്പോത്തിസിസ് കൊടുത്തിട്ട് ഏത് ഹൈപ്പോത്തിസിസ് ആണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് പ്രൊജക്റ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ശരിക്കും റിസർച്ച് എടുത്താൽ നമ്മൾ പ്രൊജക്റ്റീവ് ഹൈപ്പോത്തിസിസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല. പേഴ്സണാലിറ്റിയിൽ പ്രൊജക്റ്റീവ് കൺസെപ്റ്റ് പഠിക്കുന്നുണ്ടാകും, ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ഗ്രൂപ്പിൽ എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ അതേപോലെ പ്രൊജക്റ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും ആ ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, ഇത് മറ്റൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റിഫിന്റെ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ കമ്പോണൻസ് ഏതാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ പഠിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറി അല്ല റിഫിന്റെ സൈക്കോളജിക്കൽ വെൽബീയിങ് മോഡൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഫോക്കസ് ഗ്രൂപ്പ് നമ്മുടെ മറ്റൊരു മേജർ ഫീച്ചർ ആണ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോക്കസ് ഗ്രൂപ്പ് ഇതാണ്. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ തന്നെ ഡിവൈഡ് ചെയ്ത് 5-6 ആൾക്കാർ മാത്രമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയും ഓരോന്നിലും ഗൈഡ് ചെയ്യാനായിട്ട് ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർക്ക് മാത്രമായിട്ട് ഡെയിലി കൺസൈസ് ആയിട്ടുള്ള ടാസ്കുകളും ഇതേപോലത്തെ കണ്ടന്റുകളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള PYQസും കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും അവർ ചെറിയൊരു ടാസ്കെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു മേജർ ഗ്രൂപ്പ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറുമാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ. സ്റ്റുഡൻസിന് പരസ്പരം തമ്മിലൊരു കണക്ഷൻസ് ഉണ്ടാവുകയും അവരുടെ ഇടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് നേടിയെടുക്കണം എന്നൊരു ഐഡിയ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫോക്കസ് ഗ്രൂപ്പ്. സോ നമ്മുടെ മറ്റൊരു മേജർ ഫീച്ചർ ആണിത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗിൽഫോർഡിന്റെ തിയറി ഓഫ് ഇന്റലിജൻസ്. ഞാൻ ഓരോ ക്വസ്റ്റിനും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ടാവില്ല. ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രോഡക്റ്റ് ഡയമെൻഷനിൽ വരുന്ന 4 ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതായിരുന്നു. കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട് ഏതാണ് ട്രാൻസ്ഫോർമേഷൻസ് എന്നുള്ളത് പ്രോഡക്ട്സിൽ വരുന്നതാണ് എന്ന്. എന്താണ് ഓപ്പറേഷൻ കണ്ടന്റ് പ്രോഡക്റ്റിന് ഡിവൈഡ് ചെയ്ത് നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലിലാണ് ഇത് മെയിൻലി വരുന്നത്. അതേപോലെ അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എപ്പിസോഡിക് ബഫറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് എപ്പിസോഡിക് ബഫർ? അപ്പം അവിടെ ശരിക്കും വിഷ്വൽ ഇൻഫർമേഷനെയും അതേപോലെ ഒറിജിനൽ ഇൻഫർമേഷനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് 2000-ലാണ് വർക്കിംഗ് മെമ്മറി മോഡലിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇത്. അതേപോലെ തന്നെ ഇത് ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഡിഫൻസ് മെക്കാനിസം എന്താണെന്നുള്ളത് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡേറ്റിലാണ് ഡിസ്കസ് ചെയ്തെന്ന് കാണുന്നുണ്ടായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എന്ത് ടൈം എടുത്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്ന സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കംപ്ലയൻസിന്റെ ടാക്ടിക്സ്. അപ്പം ഇത്തവണയും അത് കമ്മിറ്റ്മെന്റ് കൺസിസ്റ്റൻസി ബേസ് ചെയ്ത് ഏത് ടാക്ടിക്സ് ആണ് അല്ലെങ്കിൽ ഏത് ടാക്ടിക് ആണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കമ്മിറ്റ്മെന്റ് കൺസിസ്റ്റൻസി ബേസ് ചെയ്ത് 2 ടാക്ടിക്സ് ആണ്. ഒന്ന് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്കും ലോ ബോൾ ടെക്നിക്കുമാണ് നമ്മൾ പഠിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് അനുസരിച്ച് അത് ലോ ബോൾ പ്രഷർ ആണെന്ന് നമുക്ക് ഈസിലി മനസ്സിലാവുന്നുണ്ടാകും. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് മെയിൻലി ചോദിച്ചു വരുന്ന ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് മറ്റൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് എറിക്സണിലെ സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യാന്നുള്ളത്. അത് ഇതേപോലെ ഇമേജുകൾ വെച്ചിട്ടും ഇതല്ലാതെയും GRF ക്ലബ്ബുകളിലും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് പോയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഈസിലി പഠിച്ച് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഇത്തരത്തിൽ സീക്വൻഷ്യൽ ഓർഡേഴ്സും പഠിപ്പിച്ചു പോകുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണിത്. വൺ ഡേ ഐ ലോസ് മൈ ഇയറിംഗ് ടു കീപ് ഫ്രം ലോസിംഗ് ഇയറിംഗ് ഫർദർ ഐ യൂസ് തെർമോകോൾ ടു കീപ് ഇൻ ദ ഇയറിംഗ് ഇൻ പ്ലേസ്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ആള് അങ്ങനെ ഒരു ഇയറിംഗ് നഷ്ടപ്പെട്ടപ്പം ഫിവിക്കോൾ വെച്ചിട്ട് പിന്നെ ഇയറിംഗ്സ് പോവാതിരിക്കാൻ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളിൽ ഉണ്ടായിരുന്ന എന്ത് കാര്യമാണ് ഓവർകം ആയെന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എക്സാമ്പിൾ വെച്ച് തന്നെ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്താന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞ ഒരാൾക്ക് പിന്നീട് അതൊരു ഡൗട്ട് ഉണ്ടാവുന്നില്ല. ഒരു കാര്യത്തെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിനപ്പുറം യുണീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റിയത് കൊണ്ട് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈസിലി നമുക്ക് ക്ലിയർ ആവുന്നുണ്ടാകും. അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോവേരിയേഷൻ തിയറിയിലെ കൺസിസ്റ്റൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കോവേരിയേഷൻ മോഡലിൽ തന്നെ വരുന്ന 3 ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസെൻസ്, കൺസിസ്റ്റൻസി, ഇത് 3ഉം ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒരുപാട് PYQ 93 ക്വസ്റ്റ്യൻസും കാണിച്ചിട്ടില്ല. എന്നാൽ 93 ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് ഐഫർ കണ്ടന്റ് വന്നത് പറഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അത് ഏതാണെന്നുള്ളത് കാണിച്ചതിന് പറ്റുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ സൈക്കിളിൽ പഠിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, JRF ക്ലബ്ബുകൾ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ JRFism എന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് തന്നെ നടത്തുന്ന ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഉണ്ട്. PYQ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ഇനി ഐഫർ എക്സാം എന്ന് വെച്ചാൽ PYQ നമ്മൾ സെറ്റ് ആയിട്ട് കൊടുക്കുന്നതല്ലാതെ ഐഫറിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന മെഗാ മോക്ക് ടെസ്റ്റുകളും മന്ത്ലി മോഡൽ എക്സാംസും ARF എക്സാംസും ഉണ്ടാവാറുണ്ട്. കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള PYQ എക്സാംസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽസിന് തന്നെ നമ്മൾ ഓരോ ക്ലാസ്സിലും വരുന്ന PPTസും കാറ്റഗറൈസ്ഡ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഓരോ ഫീച്ചേഴ്സിനും വന്നിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ PYQ ലേറ്റസ്റ്റ് PYQല് ഏതൊക്കെ ഫീച്ചേഴ്സ് എന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വന്നിട്ടുണ്ടെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഫീച്ചേഴ്സ് നിന്നാണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുന്നതെന്ന്. ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ നമ്മൾ മറ്റൊരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നതാണ് PYQ എന്ന് പറയുന്നത്. 2019 തൊട്ടുള്ള സൈക്കോളജിയുടെ PYQs നമ്മൾ ഐഫർ ആപ്പിൽ അവൈലബിൾ ആക്കുന്ന മറ്റൊരു മേജർ ഫീച്ചർ ആണ്. ഓക്കെ, അപ്പം PYQ എന്തുകൊണ്ട് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കിയാൽ മതി. സിമിലർ ആയിട്ടുള്ള PYQs കഴിഞ്ഞ സൈക്കിളിൽ 27 PYQs വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ PYQലേക്ക് ഇൻഡയറക്ട്ലി കണക്ട് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് വന്നതിൽ ഒരു 29 ക്വസ്റ്റ്യൻസും നമ്മൾ PYQs നിന്ന് തന്നെയാണ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് PYQs പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് അത്രയും അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആലോചിക്കാം. സോ PYQ നമ്മുടെ മറ്റൊരു മേജർ ആയിട്ട് പറയുന്ന ഒരു ഫീച്ചർ ആണ്. നമ്മൾ അത് സെറ്റ് ആയിട്ട് തന്നെ അവർക്ക് ടൈം പീരീഡ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന മറ്റൊരു മേജർ ഫീച്ചർ ആണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാണ് നമ്മൾ ശരിക്കും JRF എന്നുള്ള ഈ ഒരു എക്സാം അല്ലെങ്കിൽ UGC നെറ്റ് എക്സാമിലേക്ക് പോകുമ്പോൾ ഐഫർ ചൂസ് ചെയ്യണം എന്ന് പറയുന്നതായിരുന്നു. മെയിൻലി എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അവിടെ നമുക്ക് അവര് ഏറ്റവും കൂടുതൽ കൺസൈസ് ആയിട്ട് പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റണം. അത് പറ്റുന്ന എപ്പോഴായിരിക്കും? ഈസിലി നമുക്ക് കണ്ടന്റ് അവൈലബിൾ ആകും, കണ്ടന്റിന് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ JRF എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു കോച്ചിങ് എടുക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് ഐഫറിൽ കോൺഫിഡന്റ് ആണ്, അതേപോലെ ഈ കണ്ട റിസൾട്ടിൽ കോൺഫിഡന്റ് ആണ്, നമ്മൾ സൈക്കോളജി മെന്റേഴ്സിൽ കോൺഫിഡന്റ് ആണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഇനി കണ്ടന്റ് ബേസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ലൈവുകൾ നമ്മൾ ഇനിയും വെക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്